2025 ഡൽഹി തിരഞ്ഞെടുപ്പിൽ എ.പി.യും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് രണ്ടുപേരും ഇപ്പോൾ തന്നെ തമ്മിൽ തല്ലി തുടങ്ങി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എ.പി. ഡൽഹിയിൽ സ്വന്തം നിലയിൽ മത്സരിക്കും എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് കോൺഗ്രസുമായി തങ്ങൾക്ക് സഖ്യം വേണ്ട എന്നാണ്. അതേസമയം ഡൽഹി കോൺഗ്രസ് പ്രസിഡന്റായിട്ടുള്ള ദേവേന്ദ്ര യാദവ് പറയുന്നത് ഞങ്ങളും ശക്തമായ നിലയിൽ തന്നെയാണ്, പാർട്ടിയെ ഞങ്ങൾ ഒറ്റയ്ക്ക് നയിക്കാൻ പ്രാപ്തരാണ് എന്നുള്ളത് കൊണ്ടാണ്. രണ്ടുപേരും ഇന്ത്യ സഖ്യത്തിൽ തന്നെയാണ് ഉള്ളതെങ്കിലും രണ്ടുപേരും തമ്മിൽ തല്ലിപ്പിരിയുന്ന സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്കെതിരെ കടുത്ത നിലപാടും ശക്തമായ ആരോപണങ്ങളും ആയി രംഗത്തെത്തുകയാണ് ഇപ്പോൾ ഡൽഹിയിലുള്ള കോൺഗ്രസ് എന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നു. പോരാത്തതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ 7 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയിൽ ആം ആദ്മിയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മത്സരിച്ചതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഡൽഹിയിലെ 7 സീറ്റുകളും നഷ്ടപ്പെട്ടു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. BJP 7 സീറ്റുകളും തൂത്തുവാരുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ കാണാനും സാധിച്ചത്. ഹരിയാനയിലും സമാനമായിട്ടുള്ള സ്ഥിതി തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ INC പറയുന്നത്. AAP ആം ആദ്മി പാർട്ടിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഹരിയാനയിൽ ഒരുമിച്ച് നിന്നാണ് മത്സരിച്ചത്. ഹരിയാനയിൽ തങ്ങൾക്ക് തൂത്തുവാരാൻ സാധിക്കുമായിരുന്നു എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുവരും മത്സരിച്ചത്. കാരണം ഹരിയാന എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ സകല പ്രതിഷേധങ്ങളുടെയും കേന്ദ്രബിന്ദുവായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അവിടെ തിരിച്ചടി നേരിട്ടതിന് കാരണവും ആം ആദ്മിയുമായുള്ള സഖ്യമാണ് എന്നാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡ, ഹരിയാനയിലെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഹരിയാനയിൽ AAPയും കോൺഗ്രസും തമ്മിൽ തല്ലുകയുണ്ടായി. AAPയുടെ ആവശ്യങ്ങൾ അനാവശ്യമാണ് എന്നാണ് ഹരിയാനയിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പോലും സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സീറ്റ് പങ്കിടൽ ഹരിയാനയിൽ പൊളിഞ്ഞു, അവിടെ തന്നെ ഇന്ത്യ സഖ്യം പൊളിഞ്ഞു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കെജ്രിവാൾ അന്ന് ജയിലിലായിരുന്നു മദ്യനയ അഴിമതിയിൽ. AAPയുടെ അതായത് ആം ആദ്മിയുടെ രാഘവ് ചഡ്ഡയാണ് ഹരിയാനയിൽ സകല ചർച്ചകൾക്കും നേതൃത്വം കൊടുത്തത് എന്നും അദ്ദേഹം പറയുന്നു. 3 തവണയാണ് അവിടെ AAP അതായത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ജയിച്ചത്. 4ാം തവണ അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാൾ AAPയുടെ നേതൃത്വത്തിൽ അവിടെ വലിയ രീതിയിൽ മത്സരത്തിനായി ഇറങ്ങുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ മുഖം തന്നെ വ്യത്യസ്തമാണ്. 3 തവണയും അഴിമതിക്കെതിരെയാണ് അരവിന്ദ് കെജ്രിവാൾ അവിടെ മത്സരിച്ചതെങ്കിൽ 4ാം തവണ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന കെജ്രിവാളിനെയാണ് ഡൽഹി ജനത കാണാനായി പോകുന്നത്. ഇത് BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാനായി സാധിക്കും എന്നാണ് BJPയും കരുതുന്നത്. പോരാത്തതിന് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന പ്രതീക്ഷയിൽ വലിയ രീതിയിൽ ഉത്സാഹിച്ചിരിക്കുകയാണ് എന്നാണ് ദേവേന്ദ്ര യാദവ് പറയുന്നത്. അതേസമയം കടുത്ത വെല്ലുവിളി ഞങ്ങൾ നേരിടേണ്ടി വരും എന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് ഡൽഹിയിൽ 1 സീറ്റ് പോലും നേടാനായില്ല, അതായത് അക്കൗണ്ട് പോലും തുറക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. 2003 48.1% വോട്ട് വിഹിതമുണ്ടായിരുന്ന പാർട്ടിയുടെ ഇന്നത്തെ വോട്ട് വിഹിതം എന്ന് പറയുന്നത് വെറും 4.3% മാത്രമാണ്. ഇതോടുകൂടി ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വലിയ രീതിയിൽ തല്ലിപ്പിരിയുന്നു എന്ന റിപ്പോർട്ടുകൾ അടിവരയിടുകയാണ്. പോരാത്തതിന് അതിഷി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് ഡൽഹി ഇപ്പോൾ ഭരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിന്റെ നിറം മങ്ങി എന്നാണ് കോൺഗ്രസ് അടക്കം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെജ്രിവാൾ, മനീഷ് സിസോദിയ, സത്യൻ ജെയിൻ, സഞ്ജയ് സിംഗ് എന്നിവർ അഴിമതി, കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ ജയിലിൽ പോയതിനു ശേഷം AAPക്ക് വിശ്വാസ്യതയും ജനങ്ങളുടെ വിശ്വാസവും നഷ്ടപ്പെട്ടതായാണ് കോൺഗ്രസ് പറയുന്നത്. ഇതേ കെജ്രിവാളിനെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ദേശീയ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പൊക്കി തലയിൽ വെച്ചിരിക്കുന്നത്. എന്നാൽ സ്വന്തം സംസ്ഥാനത്തെത്തുമ്പോൾ, ഡൽഹിയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും രണ്ടും 2 തട്ടിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിർഭയ കേസിൽ നമുക്കറിയാം മുഖ്യമന്ത്രി ദീക്ഷിത്തിന്റെ രാജി ആവശ്യപ്പെട്ടതുപോലെ ഡൽഹി മുഖ്യമന്ത്രി അതിഷിയോടും കെജ്രിവാൾ രാജി ആവശ്യപ്പെടും എന്നും അതിഷിയുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്നും ദേവേന്ദർ യാദവ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.